ദൈവാനുഗ്രഹം. അപകടമൊന്നും ഉണ്ടായില്ല. ഈ അനാഥമന്ദിരം ആരുടെയാണ് ഫാദർ? സായിപ്പുമാരുടെ കാലത്ത് തുടങ്ങിയതാ. ഇപ്പൊ ഏതോ ഒരു കമ്മിറ്റിയാ നടത്തുന്നത്. താങ്ക് യു ഫാദർ. യെസ്, സിറ്റ് ഡൗൺ. ഐ എം ഓൾസോ ഫ്രം കേരള. അപ്പൊ സൗകര്യായി. ഞാൻ വന്നത് എന്റെ പരിചയത്തിൽപ്പെട്ട ഒരു ഫാമിലി മുമ്പ് ഇവിടെ ഒരു കുട്ടിയെ ഏൽപ്പിച്ചിരുന്നു. അവനെ ഒന്ന് കാണാനാണ്. അത് ഞങ്ങൾ സമ്മതിക്കാറില്ല. വൈ? കുട്ടികളെ ഏറ്റെടുത്തു കഴിഞ്ഞാൽ ആരേൽപ്പിച്ചു, എങ്ങനെ ഏൽപ്പിച്ചു എന്നൊന്നും ഞങ്ങൾ പിന്നെ ആരോടും പറയാറില്ല. ദാറ്റ്സ് റോങ്. ഈ സ്ഥാപനത്തിന്റെ പേർപ്പസ് തന്നെ പോയില്ലേ? അങ്ങനെ തുടങ്ങിയാൽ കാണണമെന്നില്ല. കുട്ടിയെപ്പറ്റി വിവരങ്ങൾ അറിയണം. അതാവല്ലോ. ശരി. വിദേശത്തേക്ക് കുട്ടികളെ ദത്തെടുക്കാൻ എന്താണ് നിയമം? നിങ്ങൾ ഏതെല്ലാം നാടുകളിലേക്ക് കയറ്റി അയച്ചിട്ടുണ്ട് കുട്ടികളെ? നിങ്ങളാരാ? മനസ്സിലായില്ല. ഡൽഹിയിൽ നിന്നാണ്. സൂപ്രണ്ട് ചോദിച്ചതിന് മറുപടി തന്നില്ല. വിദേശത്തേക്ക് എത്ര പേരെ സപ്ലൈ ചെയ്തു? അതൊക്കെ സ്ട്രിക്റ്റ് ആയി എല്ലാ ഗവൺമെന്റ് പേപ്പേഴ്സും ക്ലിയർ ആക്കി കോടതിയുടെ അപ്രൂവൽ വാങ്ങി. സ്റ്റോപ്പ് ഇറ്റ്. ഇവരെ എന്തിനാണ് വിമാനക്കൂലിയും കൊടുത്ത് ആട്ടിത്തെളിച്ച് സായിപ്പന്മാരും മദാമ്മമാരും കൊണ്ടുപോകുന്നത്? ദരിദ്ര രാജ്യത്തെ കറുത്ത വർഗക്കാരുടെ അനാഥ കുട്ടികളെ കണ്ട് ഹൃദയം വേദനിച്ചിട്ടോ? അവരെ രക്ഷിച്ച് പിന്നെ സ്വർഗരാജ്യം നേടാമെന്ന് കരുതിയിട്ടോ? യു സി, പേപ്പേഴ്സ് ശരിയാവാതെ ആരെയും അയക്കില്ല. അതിന് നിയമമുണ്ടല്ലോ. ഞങ്ങളുടെ ഫയലുകളൊക്കെ പെർഫെക്റ്റ് ആണ്. ഈ കുട്ടികൾ അവിടെ മിസ്യൂസ് ചെയ്യുന്ന റിപ്പോർട്ടുണ്ടല്ലോ. അത് ഗവൺമെന്റ് അന്വേഷിക്കണം. അന്വേഷിക്കുന്നുണ്ട്. അവരുടെ കിഡ്നി എടുത്ത് ചിലർക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ കച്ചവടം നടക്കുന്നുണ്ടെങ്കിലോ? കറുത്ത കണ്ണായാലും കാഴ്ച കിട്ടുമെങ്കിൽ കോർണിയയ്ക്ക് ഡിമാൻഡ് ഉണ്ടാവുമല്ലോ. പാർട്ട് ബൈ പാർട്ടായി ശരീരം വിൽക്കുന്നുവെങ്കിലോ? സായിപ്പിന്റെ സയൻസ് വളരെ വളരെ അഡ്വാൻസ് ആണെന്നാണല്ലോ ഖ്യാതി. നിങ്ങൾ എത്ര പേരെ സപ്ലൈ ചെയ്തു? പറയൂ, എത്ര പേരെ? മുമ്പുണ്ടായിരിക്കും. ഞാൻ സൂപ്രണ്ടായി ചാർജ് എടുത്തിട്ട് 3 കൊല്ലമേ ആയിട്ടുള്ളൂ. അതിനിടയ്ക്കില്ല. പഴയ കാര്യങ്ങൾ പിന്നെ കമ്മിറ്റിക്കാരോട് ചോദിക്കണം. പഴയ ഫയലുകളില്ല ഇവിടെ? ഉണ്ടാവും. പക്ഷേ കമ്മിറ്റി... ഒരു ആൺകുട്ടി 12 കൊല്ലം മുമ്പ് ഇവിടെ ഏൽപ്പിച്ച ഒരു കുട്ടി, അവൻ ഇവിടെയുണ്ടോ അതോ യൂറോപ്പിലെയോ അമേരിക്കയിലോ ധനികരായ രോഗികളുടെ ശരീരങ്ങളിൽ കഷ്ണം കഷ്ണമായിട്ട് കിടപ്പുണ്ടോ എന്നാണ് എനിക്കിപ്പോ അറിയേണ്ടത്. കുട്ടിയുടെ പേരെഴുതി തരൂ, നിങ്ങളുടെ അഡ്രസ്സും. പഴയ റെക്കോർഡ് നോക്കിയിട്ട് അറിയിക്കാം. ഇപ്പോ അറിയണം. ഐ വാണ്ട് ഇറ്റ് നൗ. കൊല്ലം 1975. പേര് ഇമാനുവൽ. ഫസ്റ്റ് നെയിം ഇമാനുവൽ. ഇമാനുവൽ ഫ്രാൻസിസ് ഓർ ഇമാനുവൽ ആന്റണി എന്നും ആവും പേർ. യു സി, ഇതാണ് എൻട്രി. ഇമാനുവൽ ആന്റണി. എന്താ ചുവപ്പ് മഷിയിൽ ഒരു തിരുവെഴുത്ത്? അവൻ ഓടിപ്പോയെന്നാണ് റെക്കോർഡിൽ. 81-ൽ. കുട്ടികളുടെ ഫോട്ടോസ് സൂക്ഷിക്കുന്ന പതിവുണ്ടോ? ഇമ്മാനുവലിന് ഓർമ്മയുണ്ടോ? ഇല്ല. കുട്ടികൾ ചാടിപ്പോകുന്നത് സാധാരണയാണോ? ചിലപ്പോൾ. ഓക്കെ, സോറി ഫോർ ദ ട്രബിൾ. ഡൽഹിയിൽ സാർ ഏത് ഡിപ്പാർട്ട്മെന്റിലാന്ന് പറഞ്ഞില്ല. ഹ്യൂമൻ വെൽഫെയർ, മനുഷ്യക്ഷേമത്തിന് മാത്രമുള്ള ഒരു സ്വകാര്യ വകുപ്പ്. ഞങ്ങളത് കൊട്ടിഘോഷിക്കാറില്ല. ടീ, കോഫി വല്ലതും? നോ, നത്തിങ്. താങ്ക് യു. ഹലോ ഹലോ, ബംഗാൾ ഫ്രം ഡൽഹി. ഹലോ. എല്ലാം കൊട്ടിയടച്ച് കിടക്കുന്ന കണ്ടപ്പോ വെക്കേഷൻ സ്ഥലം വിട്ടോന്ന് സംശയിച്ചു. നാട്ടിൽ നിന്നാണോ? വെറുതെ കറങ്ങുന്നു. പ്രിവിലേജ് ലീവ്, ക്യാഷ് ലീവ് തുടങ്ങിയ ഒന്നിനെയും ഭയപ്പെടണ്ടല്ലോ ഇപ്പോ. കൂട്ടത്തിൽ അന്വേഷണം തുടരുന്നു. നോക്കൂ, ഒരു കാര്യം മുൻപേ ചോദിക്കണമെന്ന് വെച്ചതാണ്. ഈ ആത്മഹത്യക്ക് ഒരു കാരണം കിട്ടിയാൽ തന്നെ ഇനി എന്താ പ്രയോജനം?
പ്രയോജനം എന്ന് പറഞ്ഞാൽ ഒരു ജേർണലിസ്റ്റിന്റെ ജിജ്ഞാസ വിടുന്നില്ല എന്ന് വെച്ചോളൂ. പഠിക്കുന്ന കാലത്ത് ലീനയ്ക്ക് ആരോടെങ്കിലും വല്ല പ്രേമബന്ധവും? ഇല്ല. വിവാഹ ജീവിതത്തിൽ മറച്ചുവെച്ച ഒരു അസംതൃപ്തിയുടെ എലമെന്റ് ഉണ്ടായിരുന്നു എന്നറിയാനാണ്. അക്കാലത്ത് അതൊരു കമ്പം മാത്രമായിരിക്കും. എങ്കിലും ഇല്ല, ഉണ്ടെങ്കിൽ ഞാൻ അറിയാതിരിക്കില്ല. ഡൽഹിക്ക് മടങ്ങുന്നത് നിശ്ചയിച്ചിട്ടില്ല. പരസ്യവെടുത്ത് ഏതായാലും വേണ്ടെന്ന് വെച്ചു. നാട്ടിലൊക്കെ ഒരു ജോലിന്ന് വെച്ചാൽ അവിടെ നിസ്സാരമല്ല. പക്ഷേ മാസം 500 റുപ്യ കിട്ടിയാലോ 5000 റുപ്യ കിട്ടിയാലോ എനിക്ക് ഒരുപോലെ. അതാണ് എന്റെ ധൈര്യം. അധികം കാശ് കയ്യിൽ വന്നാലാ പേടി. തീർന്നു കിട്ടിയ ആശ്വാസം. ഇപ്പോൾ ഏത് സ്റ്റേജാണ്? കടം ചോദിക്കാറായിട്ടില്ല. അടുത്തെത്തിയിട്ടുണ്ട്. സൂക്ഷിച്ചിരുന്നോളൂ. അത് നിസ്സാരം. നിസ്സാരമായിട്ടല്ല. 4 ഉണക്കച്ചപ്പാത്തിയും പച്ചവെള്ളമായിട്ട് ഞാൻ ബോംബെ ഫുട്പാത്തിൽ കിടന്നിട്ടുണ്ട്. ഉദ്യോഗമായിട്ടയുടെ കാലത്ത് ഒരു ഭയവും തോന്നിയിട്ടില്ല. വീട് ചേലക്കര. പക്ഷെ അവിടെ ആരുമില്ല. സ്വന്തം എന്ന് പറയാൻ സ്ഥലവുമില്ല. പക്ഷേ എന്റെ ആദ്യത്തെ ശമ്പളത്തിന് അയച്ച് 100 രൂപ മണി ഓർഡർ വാങ്ങിയിട്ടാണ് അമ്മ മരിച്ചത്. ഭാഗ്യം. ചില ഭാഗ്യങ്ങൾ എനിക്ക് വീണ് കിട്ടാറുണ്ട് ചിലപ്പോ. ഈ പരിചയപ്പെടലും അതിലൊന്നായി ഞാൻ നടക്കാം. പുതിയ തലമുറയ്ക്ക് വഴിമാറി കൊടുക്കണമെന്നാണ് പ്രകൃതി നിയമം. ശാസ്ത്രജ്ഞർ ജെയിംസിനെ പറ്റി പറയുന്നത് വെറുതെ ആവില്ല. എന്റെ അച്ഛൻ വലിയൊരു എഴുത്തുകാരനായിരുന്നെന്ന് അമ്മ പറഞ്ഞിട്ടുണ്ട്. ആരാ? കേട്ട് കാണില്ല. ആധാരമെഴുത്തായിരുന്നു. പക്ഷെ അതിൽ വലിയ പ്രസിദ്ധൻ. 2 കണ്ണുള്ള ഒരു നീലമഷിക്കുപ്പി പിതൃസ്വത്തായിട്ട് ഞാൻ പണ്ട് വീട്ടിൽ കണ്ടിട്ടുണ്ട്. ജീൻസിനെ പറ്റി ഓർക്കാൻ വനം വകുപ്പിന്റെ പാരമ്പര്യം ഇതായിപ്പോ ഇവിടെ. വനം വെട്ടിമുറിക്കാൻ കൂട്ടുനിന്ന് കാശുണ്ടാക്കിയതാണ് എന്റെ പ്രകൃതി സ്നേഹത്തിന്റെ പാരമ്പര്യം. കുടുംബകഥ പറയാൻ കാരണമുണ്ട്. കുടുംബത്തിൽ മാത്രം കിട്ടുന്ന സ്നേഹം അറിഞ്ഞത് മാത്യുവിന്റെ വീട്ടിൽ നിന്ന്. സ്നേഹിക്കുക, ശാസിക്കുക, ഈ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അഭിനയിക്കുകയാണോ ലീന എന്ന് ഞാൻ ആദ്യം സംശയിച്ചു. അതെന്റെ അല്പത്തം കൊണ്ട്. അഭിനയിക്കുന്നവരാണല്ലോ നമ്മളിൽ അധികം പേരും, അല്ലേ? ആരോടോ പ്രതിഷേധിക്കാൻ ഏകാന്ത പ്രതിയായി അഭിനയിക്കുന്ന ഒരാളിതാ എന്റെ മുമ്പിൽ. നോൺസെൻസ്. തർക്കിക്കണ്ട. ഞാനും അഭിനയിക്കാറുണ്ട്, ആവശ്യത്തിന്. ബുദ്ധിജീവിക്കും തോട്ടം മുതലാളിക്കും ഇടയിൽ ഏത് വേഷം കിട്ടണമെന്നറിയില്ല ഇപ്പോഴത്തെ എന്റെ മാത്യുവിന്. ഉത്തമ മാതൃക ലീനയാണെന്നല്ലേ പറഞ്ഞു വരുന്നത്? അല്ല, കവിയായി സ്വപ്നജീവിയായി അഭിനയിച്ചില്ല എന്നത് സത്യം. അതിന് മനസ്സിൽ അഭിനന്ദിക്കാറുണ്ട് ഞാൻ. കവിത അറിയാതെ ഉറന്നൊഴുകിയ ഒരു സിദ്ധി മാത്രം. ഞാൻ തർക്കിക്കുന്നില്ലല്ലോ. ആരോടാണ് ക്ഷോഭിക്കുന്നത്? ക്ഷോഭമല്ല, എനിക്കറിയാത്തതെന്തോ ലീനയുടെ ബാക്ക്ഗ്രൗണ്ടിലുണ്ട്. അത് ശ്യാമളയ്ക്ക് അറിയാം. പറയുന്നില്ലെന്ന് മാത്രം. ഇല്ല, വേറൊന്നും എനിക്കറിയില്ല. അറിയാതിരിക്കാൻ തരമില്ല. ഒരു രഹസ്യവും മറച്ചു വെച്ചിട്ടില്ല എന്നത് ഉറപ്പാണോ? ഉറപ്പ്. അക്കാലത്ത് എന്ത് രഹസ്യം ഉണ്ടെങ്കിൽ തന്നെ ഇപ്പോൾ തുറന്നു പറയുന്നതിൽ എന്ത് വിഷമം? വെക്കേഷൻ മുഴുവൻ ഇവിടെ തന്നെയാണോ? ഒന്നും നിശ്ചയിച്ചിട്ടില്ല. ഞാൻ റിസർച്ചിന് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. മാത്യു എസ്റ്റേറ്റിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് നമ്മളെ രണ്ടുപേരെയും. ഒരു ചേഞ്ചിന് നമുക്ക് ഊട്ടി വഴി പോവാ. ഒരു ദിവസം ഇവിടെ തങ്ങാം. വാട്ട് ഡു യു മീൻ? ഓ, അത് ശരി. ഒരു രഹസ്യപേക്ഷകളെ ക്ഷണമാണെന്ന് ഉടൻ വിധി പറഞ്ഞു മനസ്സിൽ, അല്ലേ? ഐ ഡിഡ് നോട്ട് മീൻ ദാറ്റ്. ഞാൻ വേണ്ട, വ്യാഖ്യാനം വേണ്ട. മുതിർന്ന ഒരാണും പെണ്ണും തമ്മിൽ അടുക്കാം, ഇഷ്ടപ്പെടാം, സൗഹൃദമാകാം എന്നൊക്കെയാണ് ഞാൻ ധരിച്ചിരിക്കുന്നത്. ഫ്രണ്ട്ഷിപ്പ്, ക്ലീൻ ഹെൽത്തി ഫ്രണ്ട്ഷിപ്പ്, അങ്ങനെയൊന്നുണ്ട്. ഫോർ യുവർ ഇൻഫർമേഷൻ. പ്ലീസ്. അയൽവക്കത്ത് ആളുകൾ താമസമുണ്ട്. സോറി, ഞാനായി ടെൻസപ്പാണ്. പഴയൊരു സ്ഥലമല്ലേ, ഒരു വിസിറ്റിന് താല്പര്യം ഉണ്ടാവുമെന്ന് കരുതി പറഞ്ഞു പോയതാണ്. ഇനി വേണമെങ്കിൽ ഒരു ചായ ആവാം, വിരോധമില്ലെങ്കിൽ. വരൂ. ബോംബെയിലെ ഫ്രീ പ്രസിൽ ട്രെയിനിയായിരുന്ന കാലത്താണ് ഞാൻ ആദ്യമായിട്ട് ഇവിടെ വന്നത്.
കഴിഞ്ഞ നൂറ്റാണ്ടിലെ മറ്റാണെന്ന് തോന്നുന്നു. ശിലായുഗത്തിലെന്ന് പറഞ്ഞില്ലല്ലോ. ഓ, ഭയങ്കര തണുപ്പ്. സ്വെറ്റർ എടുത്തില്ലേ? വേണോ? ഇവിടെ പഠിക്കുന്ന കാലത്ത് എന്റെ അച്ഛൻ ഒരിക്കൽ കാണാൻ വന്നു പോകുമ്പോൾ വിസിറ്റേഴ്സ് റൂമിൽ സിഗരറ്റ് പാക്കറ്റ് മറന്നിട്ടു. അതിൽ 2 എണ്ണം ലീനയും ഞാനും കൂടെ രാത്രി സ്വകാര്യത്തിൽ വലിച്ചു. ഭയങ്കര ചുമ. ഡോർമെറ്ററിലെ കുട്ടികൾ ആരും മിണ്ടിയില്ല. പക്ഷെ ഒരു അപകടം. ജനാലയിലൂടെ കുറ്റി പുറത്തേക്ക് ഇട്ടത് കണ്ട് കേസായി. പിന്നെ വേറെ എന്തൊക്കെയായിരുന്നു അഡ്വഞ്ചേഴ്സ്? 9 ലൈറ്റ് ഓഫ് സ്ട്രിക്റ്റ് ആയിരുന്നു ആനിമിസ് വന്നത് മുതൽക്ക്. എന്നാലും ലീന ഒരു മെഴുകുതിരി കട്ടിലിന്റെ തലയിൽ കത്തിച്ചു വെച്ച് വായിക്കും. ഈ സ്ഥലത്ത് വന്ന ശ്യാമണ പലതും ഓർക്കുമെന്ന് ഞാൻ ഊഹിച്ചതാ. ഓ, ഇൻവെസ്റ്റിഗേഷൻ ആണോ ഇപ്പോഴും? ക്ഷണിച്ചത് വീണ്ടും വിസ്തരിക്കാനായിരുന്നു അല്ലേ? ഹേയ്, എന്നാലും വല്ലതും ഓർമ്മ വന്നാലോ എന്ന് വിചാരിച്ചു. സത്യം, 2 കൊല്ലം ഞാൻ ഹോസ്റ്റലുണ്ടായിരുന്നു. ആകെ 2 കൊല്ലം കോളേജ് കണ്ടിട്ടുള്ളൂ. ഫ്യൂസ് അടിക്കലായിരുന്നു എന്റെ മെയിൻ പരാക്രമം. ഞങ്ങളും ഫ്യൂസ് അടിച്ചിട്ടുണ്ട്. മെഴുകുതിരി കത്തിച്ചു വെച്ച് വായിക്കാൻ പാടില്ലെന്ന് ആനിമിസ് ഓർഡർ ഇട്ടപ്പോൾ ലീനയാണ് ലീഡർ. ഹോൾഡറിൽ കോയിൻ വയ്ക്കാൻ കയറിയത് ഞാനായിരുന്നു. പതുക്കെ. ആനിമിസ് വന്നപ്പോൾ ഇരുട്ടിൽ എല്ലാവരും കൂടി ഒരു ഡബിൾ ഡാൻസ്. ടോർച്ച് കൊണ്ടുവരും മുമ്പ് കോയിൻ എടുക്ക്. എവിടെ മേശ? വേഗം അവിടെ കോയിൻ കാണരുത്.